ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവന്മാരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളെ പഠിക്കാം എന്നതിനെ പറ്റി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെയും നോഹയുടെയും ഹാനോക്കിൻ്റെയും യോശുവയുടെയും രൂത്തിൻ്റെയും എല്ലാം ജീവിതം നാം കണ്ടു കഴിഞ്ഞു. അവരുടെ ജീവിതങ്ങളിൽ നിന്നും ആ നല്ല വശങ്ങളെ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അനുസരണത്തിൻ്റെയും എല്ലാം നല്ല വശങ്ങളെ നമ്മുടെ ജീവിതത്തോട് നാം ചേർക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അപ്രകാരം നാം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ, ഇതാ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിലത്രേ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് എന്ന ഒരു ശബ്ദം നമുക്കും സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കും. എത്ര പേർക്ക് അത്തരത്തിൽ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്നായ പിതാവേ, ഈ നിമിഷം കർത്താവെ, പ്രാർത്ഥനാപൂർവം അങ്ങേ അടുക്കിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി വരുന്നു. അടിയങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അമൂല്യമായ അങ്ങയുടെ വചനങ്ങളെ ഇന്ന് അടിയങ്ങളുടെ കേൾവിക്കായി നീ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയും സമാധാനവും എപ്പോഴും അടിയങ്ങളുടെ കൂടെ ഇരിക്കണം. കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിനെ നീ എന്ന് സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കർത്താവെ നയിക്കുവാൻ നീ അവരെല്ലാം സഹായിക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അദ്ദേഹം സാധാരണക്കാരനായ ഒരു വ്യക്തി ആയിരുന്നില്ല. ഒരു വിശ്വാസ വീരനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇസ്രായേലിൻ്റെ രാജ പദവി അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ചരിത്രം അദ്ദേഹത്തെ ഇപ്രകാരം അടയാളപ്പെടുത്തുന്നു: യോശിയ രാജാവ്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഈ രാജാവിനെക്കുറിച്ചും രാജാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങളുമൊത്ത് ഒരു കാര്യം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു വസ്തു തിരികെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് എപ്രകാരം സന്തോഷിക്കുമല്ലേ? സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ പുത്രനെയും നഷ്ടപ്പെട്ടു പോയ ആടിനെയും നഷ്ടപ്പെട്ടു പോയ ഒരു ദ്രഹ്മയെയും പറ്റി നാം പഠിക്കുന്നുണ്ട്. ഈ 3 അവസരങ്ങളിലും അവർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ആ വസ്തു ഒരിക്കൽ കൂടി അവരുടെ കരങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് ആറാടി എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. മുടിയനായ പുത്രൻ്റെ കാര്യത്തിൽ ആ പിതാവിന് നഷ്ടപ്പെട്ടത് തൻ്റെ വാത്സല്യ പുത്രനെയായിരുന്നു. എന്നാൽ ഒരു നാൾ ആ പുത്രൻ തൻ്റെ അടുക്കിലേക്ക് തിരികെ വരുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ പിതാവ് ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്തു. അവനെ സ്വീകരിക്കുന്നതിന്, ഒരിക്കൽ കൂടി തൻ്റെ ഭവനത്തിനോട് ചേർക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ആ വ്യക്തി, ആ പിതാവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിലും കാണാതെ പോയ ഒന്നിനെ തിരഞ്ഞ് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം എന്താണ് എന്ന് പറഞ്ഞു തരുന്നു. നഷ്ടപ്പെട്ട ആ ദ്രഹ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്ത്രീ നഷ്ടപ്പെട്ടു പോയ ആ ദ്രഹ്മയ്ക്ക് വേണ്ടി ആ ഭവനം മുഴുവൻ അരിച്ചു പെറുക്കി. അവസാനം അവൾക്ക് ആ ദ്രഹ്മ തിരികെ ലഭിക്കുമ്പോൾ അവൾ ബാക്കി എല്ലാവരെയും വിളിച്ച് ഒരു വലിയ സന്തോഷ പ്രകടനം തന്നെ നടത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നാം കരുതുന്ന ചില വസ്തുക്കൾ തിരികെ കിട്ടുമ്പോൾ നമ്മെ അത് ഭൂതകാലത്തേക്ക് നയിക്കാറുണ്ട്. നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ വിത്തുകൾ പാകുവാൻ ഈ അവസ്ഥയ്ക്ക് സാധിക്കാറുണ്ട്. ഒരുപക്ഷെ അതൊരു മയിൽപ്പീലിത്തുണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും അതിന് കുറേ വർഷങ്ങൾ പിന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിലേക്ക് നമ്മെ തിരിച്ചു നടത്തുവാനുള്ള ഒരു കഴിവുണ്ട്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അത്തരത്തിൽ മറഞ്ഞ് കടന്നിരുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് ഒരു ജനസമൂഹം വിശ്വസിച്ച ഒരു പുസ്തകം തിരികെ കിട്ടുമ്പോൾ എത്രത്തോളം അവർക്ക് സന്തോഷം ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 34 അധ്യായം 14 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്ത് എടുത്തപ്പോൾ
ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കുറേ വർഷങ്ങളോളം അവരിൽ നിന്ന് മറഞ്ഞ് കിടന്നിരുന്ന, അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം ഇപ്പോൾ ഹിൽക്കിയ പ്രവാചകൻ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്രകാരം ഒരു കണ്ടെത്തൽ നടത്തണമെങ്കിൽ, അപ്രകാരം ഹിൽക്കിയ പുരോഹിതന് ആ പുസ്തകം ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായ ഒരു വ്യക്തിയുടെ ആഗ്രഹമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അന്വേഷിച്ച, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ മനസ്സുകൊണ്ടും ആഗ്രഹിച്ച, അന്വേഷിച്ച ഒരു വ്യക്തിയുടെ മനസ്സ് ആ കണ്ടെത്തലിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ പറ്റിയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. പൂർണ്ണ മനസ്സോടെ ദൈവത്തോട് യാചിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഹിൽക്കിയ പുരോഹിതൻ മുഖാന്തരം ആ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. നമുക്ക് പോകാം. ആ ആത്മാർത്ഥമായ അന്വേഷണം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ആരുടെ ഹൃദയത്തിലാണ്, ആരുടെ മനസ്സിലാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വേണമെന്നുള്ള ഒരു വാഞ്ച തോന്നിയത്? 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. 8 വയസ്സുള്ള ഒരു രാജാവിനെ പറ്റി ദിനവൃത്താന്തം നമ്മോട് പറയുകയാണ്. ആ രാജാവിൻ്റെ പേര് യോശിയാവ് എന്നായിരുന്നു. ചരിത്രം ഇപ്രകാരം യോശിയാവിനെ രേഖപ്പെടുത്തുന്നു. അവൻ ഇസ്രായേൽ രാജാവായി വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 8 വയസ്സ് എന്ന് പറയുന്ന ആ പ്രായം ഒരുപക്ഷെ നാം ഏറ്റവും കൂടുതൽ പല രസകരമായ കളികളിൽ മുഴുകിയിരിക്കുന്ന സമയമായിരിക്കും. എന്നാൽ 8 വയസ്സുകാരനായ യോശിയാവ് ഇവിടെ രാജാവായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് വായിക്കാം. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. 8-ാം വയസ്സിൽ രാജാവായ യോശിയാവ് തുടർച്ചയായി അടുത്ത 31 വർഷങ്ങൾ യെരുശലേമിൻ്റെ രാജാവായി വാണുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിന് ശേഷം പറയുകയാണ്, അവൻ യഹോവയ്ക്ക് പ്രസാദകരമായത് ചെയ്തു. യഹോവയ്ക്ക് പ്രസാദകരമായത് ചെയ്ത 8 വയസ്സുള്ള ഒരു രാജാവിൻ്റെ കഥയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. രാജാവിൻ്റെ പേര് യോശിയ രാജാവ് എന്ന് ആയിരുന്നു. ദിനവൃത്താന്തം പുസ്തകം 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ ഈ യോശിയ രാജാവിൻ്റെ പിതാവിനെ പറ്റി നമുക്ക് മനസ്സിലാകും. ഇപ്രകാരം പറയുന്നു, എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിൻ്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവരൊക്കെയും കൊന്നുകളഞ്ഞു. ദേശത്തെ ജനം അവൻ്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. അപ്പോൾ യോശിയ എന്ന് പറയുന്ന 8 വയസ്സുള്ള ഈ ബാലൻ്റെ പിതാവ് ആമോൻ എന്ന രാജാവ് ആയിരുന്നു. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ യോശിയ എന്ന് പറയുന്ന ഈ ബാല്യക്കാരനായ രാജാവിൻ്റെ മാതാവ് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്രകാരം പറയുന്നു, യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യദീദ എന്ന് പേർ. അവൾ ബൊസ്കത്തുകാരനായ അദയാവിൻ്റെ മകൾ ആയിരുന്നു. അപ്പോൾ യോശിയ എന്ന് പറയുന്ന ഈ രാജാവ് ആമോൻ എന്ന രാജാവിൻ്റെയും യദീദ എന്ന ബൊസ്കത്തുകാരിയായ ഒരു സ്ത്രീയുടെയും മകനായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ബാല്യം വിടാത്ത പ്രായത്തിൽ യെരുശലേമിൻ്റെ രാജാവായി മാറിയ യോശിയ രാജാവ് തൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ചെയ്ത് വളരെ പക്വതയാർജിച്ച കാര്യങ്ങളായിരുന്നു. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 2-ാം വാക്യം തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു.
ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യോശുവ എന്ന് പറയുന്ന ഈ ബാല്യക്കാരനായ രാജാവ് ഇനി വെറും കൊച്ചുകുട്ടിയല്ല, ഇനി ഒരു ബാല്യക്കാരനല്ല, അവൻ പക്വതയുള്ള ഒരുത്തനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ യഹോവയ്ക്ക് പ്രസാദകരമായത് ചെയ്തു, തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ മുഴുവനായി പ്രമാണിച്ച് നടന്നു എന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോശിയ രാജാവ് 8 വയസ്സുള്ള ആ ബാല്യൻ, അവൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. നമുക്ക് പോകാം, എന്ത് കാര്യങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ ചെയ്തത് എന്ന്. 34 അധ്യായം 3 വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങി. ദൈവത്തിൻ്റെ വചനം പറയാണ്, അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങി. ദൈവത്തിനെ അവൻ തൻ്റെ ബാല്യകാലത്തിൽ, തൻ്റെ യൗവന കാലത്ത് തന്നെ തൻ്റെ സൃഷ്ടാവിനെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതിനുശേഷം പറയുന്നു, 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോശുവ എന്ന് പറയുന്ന ആ യൗവനക്കാരനായ രാജാവ്, അവൻ തൻ്റെ യൗവനത്തിൽ തൻ്റെ സൃഷ്ടാവിനെ അന്വേഷിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ സൃഷ്ടാവിന് ഇഷ്ടമല്ലാത്ത, തൻ്റെ സൃഷ്ടാവിനെ ത്യജിക്കുന്ന, തൻ്റെ സൃഷ്ടാവിന് വെറുപ്പുളവാക്കുന്ന എല്ലാ ബിംബങ്ങളെയും എല്ലാ വിഗ്രഹങ്ങളെയും എല്ലാ പ്രതിഷ്ഠകളെയും അവൻ യെരുശലേമിൽ നിന്ന്, യഹൂദയിൽ നിന്ന് നീക്കി കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 34-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ അവൻ ബാൽ വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും ബലിപീഠങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും എല്ലാം വെട്ടിക്കളഞ്ഞ് യെരുശലേമിനെയും യഹൂദയെയും വെടിപ്പാക്കി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തൻ്റെ യൗവനകാലത്തിൽ ദൈവത്തെ അന്വേഷിച്ച യോശുവ എന്ന് പറയുന്ന ഈ രാജാവ്, അവൻ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അവൻ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുവാനായി മറ്റ് എങ്ങും പോയില്ല, സ്വന്തം വീട്ടിൽ സ്വന്തം ദേശത്ത് അവൻ അതിന് തുടക്കം കുറിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കും ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെങ്കിൽ നാം മറ്റ് എവിടെയുമല്ല പോകേണ്ടത്, ആദ്യം നമ്മുടെ ഭവനത്തിൽ നാം അതിന് തുടക്കം കുറിക്കണം. യോശുവ എന്ന രാജാവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഭവനമായ യെരുശലേമിലാണ് അവൻ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവൻ അശേര പ്രതിഷ്ഠകളെ, സൂര്യ ബിംബങ്ങളെ, അതുപോലെയുള്ള ബലിപീഠങ്ങളെയെല്ലാം വെട്ടിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമല്ലാതെ മറ്റ് എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടായെങ്കിൽ, ദൈവത്തെ കൂടാതെ നിങ്ങൾ മറ്റ് എന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം നീക്കിക്കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് ഒന്ന് നോക്കാം. നാം ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള മറ്റ് ദൈവമല്ലാതെയുള്ള മറ്റ് വിഗ്രഹങ്ങളെയെല്ലാം നാം വെട്ടിക്കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരുപക്ഷെ ദൈവത്തെക്കാൾ ഉപരി നാം നമ്മുടെ വ്യക്തി ബന്ധങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, ചിലർ പദവികളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, ചിലർ സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ആകുന്നുവെങ്കിൽ അതിനെല്ലാം ഈ നിമിഷം മാറ്റിക്കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ശേഷം 2 ദിനവൃത്താന്തം 34-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം കാണുന്നു, അവൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിൻ്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മയശാവിനെയും യോവാഷിൻ്റെ മകനായ രായസക്കാരനായ യോവാഹിനെയും തൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുവാൻ നിയോഗിച്ചു. സ്വന്തം ദേശത്തെ വൃത്തിയാക്കിയതിന് ശേഷം, വെടിപ്പാക്കിയതിന് ശേഷം അവൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുവാൻ ഇവിടെ തുടങ്ങിയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കൊരിന്ത ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ യോശുവ രാജാവ് അവൻ തൻ്റെ ദേശത്തെ മാത്രമല്ല,
തൻ്റെ ദൈവം കുടിയിരിക്കുന്ന അവൻ്റെ ഹൃദയത്തെയും വിശുദ്ധീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം വിശുദ്ധീകരിച്ചപ്പോൾ, അപ്രകാരം ദേശത്തെയും സ്വന്തം ഹൃദയത്തെയും വിശുദ്ധീകരിച്ചപ്പോൾ, ആലയത്തെ വിശുദ്ധീകരിച്ചപ്പോൾ, ഇപ്പോൾ ദൈവം അവന് വെളിപ്പെടുകയാണ്. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. യോശിയ രാജാവ് തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സുകൊണ്ടും പൂർണ്ണ ശരീരം കൊണ്ടും അന്വേഷിച്ചപ്പോൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ അന്വേഷണത്തിൻ്റെ ഫലമായിരുന്നു 2 ദിനവൃത്താന്തം 34 പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്രകാരം പറയുന്നു: അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു വലിയ കണ്ടെത്തൽ ഇവിടെ ഹിൽക്കിയ പുരോഹിതൻ നടത്തുകയാണ്. യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം, അവരിൽ നിന്ന് അന്യമായിക്കൊണ്ടിരുന്ന, അവരുടെ സ്മരണയിൽ നിന്ന് പോയി മറഞ്ഞുകൊണ്ടിരുന്ന, അവർ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച അതേ ന്യായപ്രമാണ പുസ്തകം ഇപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ കണ്ടെത്തുകയാണ്. എവിടെയാണ് ആ ന്യായപ്രമാണ പുസ്തകം കിടന്നത്? എവിടെയാണ് ആ ന്യായപ്രമാണ പുസ്തകം ഒളിഞ്ഞു കിടന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ അവിടെ നിന്ന് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അപ്പോൾ സമ്പത്തിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം. ചോദ്യം ഇതാണ്: ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ന്യായപ്രമാണ പുസ്തകമുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ അവരുടെ ന്യായപ്രമാണ പുസ്തകം ദ്രവ്യത്തിൻ്റെ അടിയിൽ അമർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് നമ്മുടെ ന്യായപ്രമാണ പുസ്തകം നമ്മുടെ സമ്പത്തിൻ്റെ അടിയിൽ, നമ്മുടെ അന്യ വിഗ്രഹങ്ങളുടെ കീഴിൽ കിടക്കുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ശുദ്ധീകരിച്ച് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ. യോശിയ രാജാവിന് എപ്രകാരം ഈ ന്യായപ്രമാണ പുസ്തകം കിട്ടിയോ, അതേപോലെ നിങ്ങൾക്കും ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് വായിക്കാം 34 അധ്യായം അതിൻ്റെ 19 വാക്യം. അത് ഇപ്രകാരം പറയുന്നു: ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. ഹിൽക്കിയ പുരോഹിതൻ മുഖാന്തരം ന്യായപ്രമാണ പുസ്തകം രാജാവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തയക്കുന്നു. രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളെയും വായിച്ച് കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ന്യായപ്രമാണ പുസ്തകങ്ങളിലെ വാക്യങ്ങൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കേൾക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളെ കീറണം, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറണം. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ഇപ്പോൾ നിങ്ങൾ യഹോവയുടെ അടുക്കിലേക്ക് വരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. യോശിയ രാജാവ് കേവലം അവൻ്റെ വസ്ത്രങ്ങളെയല്ല കീറിയത്, മറിച്ച് അവൻ്റെ ഹൃദയത്തെ തന്നെയായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളില്ല എങ്കിൽ, നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുമ്പോൾ, ആ ന്യായപ്രമാണ പുസ്തകങ്ങളിലെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കുത്തണം. നാം നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിനുശേഷം 34 അധ്യായം 31 വാക്യം വായിക്കാം. രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് ഒരു നിയമം ചെയ്തു. യോശിയ രാജാവ് ന്യായപ്രമാണ പുസ്തകങ്ങളെ കേട്ടിട്ട് വസ്ത്രങ്ങളെയും അവൻ്റെ ഹൃദയത്തെയും കീറുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. ഒരു രാജാവ് എന്ന നിലയിൽ ഒരു ഉറച്ച തീരുമാനം അവൻ എടുക്കുകയാണ്. ഇന്നു മുതൽ ന്യായപ്രമാണ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ കൽപ്പനകളും ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ആചരിക്കും, പരിപാലിക്കും എന്ന് അവൻ ഒരു ഉടമ്പടി ചെയ്തു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ,
ഈ ഉടമ്പടി ചെയ്യുവാൻ നാമും ഇന്ന് ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട്, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ വിട്ട് നാം അകന്ന് പോകുന്നു എങ്കിൽ ഈ ഉടമ്പടിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഏറുന്നു. കാരണം ഈ ഉടമ്പടിയാണ് യോശിയ രാജാവിനെ ആ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു രാജാവാക്കി തീർത്തത്. 2 രാജാക്കന്മാർ 23-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയിങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പ് ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. യോശിയ രാജാവിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും യഹോവയിങ്കിലേക്കും യഹോവയുടെ ന്യായപ്രമാണങ്ങളിലേക്കും തിരിഞ്ഞ ഒരു രാജാവ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവന് മുമ്പുമില്ല, അവന് ശേഷവുമില്ല. അതാണ് യോശിയ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ മഹത്വം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കും നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. യോശിയ രാജാവ് യെരൂശലേമിനെയും യഹൂദിയെയും ശുദ്ധീകരിച്ചത് എപ്രകാരമാണോ അത്തരത്തിൽ നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഹൃദയത്തിലെ അന്യവിഗ്രഹങ്ങളെയെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട്, അന്യവിഗ്രഹങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയത്തെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. അപ്രകാരം അന്വേഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ കണ്ടെത്തും. അപ്രകാരം കണ്ടെത്തുമ്പോൾ നാം ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഇന്നു മുതൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കും, നിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് നടക്കും. അപ്രകാരം ഒരു ഉടമ്പടി ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ദൈവവുമായി ചെയ്യുക ആണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നു, ദൈവം നിങ്ങളെ വീണ്ടും എടുക്കുവാൻ പോകുന്നു. യോശിയ രാജാവിനെ ഇസ്രായേലിൻ്റെ ചരിത്രം എങ്ങനെ വിലയിരുത്തപ്പെട്ടുവോ അതേ സ്ഥാനം ഇന്ന് നമുക്കും ലഭിക്കുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ആ വചനം നമ്മെ രക്ഷിക്കും, നമ്മെ കൈപിടിച്ചുയർത്തും നിത്യമായ ഒരു ജീവിതത്തിലേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ കൽപ്പനകളെ കൊണ്ട്, അങ്ങയുടെ ന്യായപ്രമാണങ്ങളെ കൊണ്ട് നീ അടിയങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്തരത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ കർത്താവിനെ കാണുവാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നാൾ മധ്യാകാശത്ത് 1000 ദൂതന്മാരുമായി നീ വരുമ്പോഴാ നിന്നോടൊപ്പം ആ സ്വർഗ്ഗലോകത്തേക്ക് യാത്ര ചെയ്യുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യവും അടിയങ്ങളുടെ എപ്പോഴും കൂടെ ഇരിക്കണം. അടിയങ്ങളെ ശുദ്ധീകരിക്കണം, വഴി നടത്തണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.